നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിധേ വരുന്നിതാ കൃപ നിറഞ്ഞ മറിയമേ കമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതന്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതന്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാങ്ങി പുത്രനേശുവിൻ അമ്മയായി നീ. എൻ്റെ പേര് ഫാദർ ഡേവിസ് ചിറമേൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ആപ്തവാക്യം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൽ എല്ലാം സമർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പച്ചനിലൂടെയാണ് ഈ തത്വം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കാരണം ഞങ്ങൾ 11 മക്കളെയും അപ്പച്ചൻ ഈശോയുടെ തിരുഹൃദയത്തിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നിത്യസായ മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും പടത്തിന് മുൻപിൽ ഞങ്ങളെ കൊണ്ടുപോയി നിർത്തി അപ്പച്ചൻ പറയും, ഇനി നിങ്ങളെ പരിശുദ്ധ അമ്മയും ഈശോയും സംരക്ഷിച്ചു കൊള്ളും, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന്. ഇപ്രകാരം ഓരോ തവണയും അപ്പച്ചൻ പറഞ്ഞു തരുന്ന ആ നല്ല ചിന്ത എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരാനും ഈശോയിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുമായിട്ടുള്ള ശക്തി ലഭിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരാൻ തന്നെയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് മധ്യസ്ഥയാണ്, അഭിഭാഷകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലൊരു അനുഭവം എൻ്റെ കൊച്ചുനാളിലുണ്ടായിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് മൂത്ത പെങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, 3 നന്മ നിറഞ്ഞ മറിയം എന്ന ജപം ചൊല്ലണം. ഞാൻ അപ്രകാരം ചൊല്ലിത്തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ പടത്തിൽ നിന്നും അമ്മ ഉണ്ണിയേശുവിനെയും കൊണ്ട് ഇറങ്ങി വന്ന് പെങ്ങളോട് സംസാരിക്കുന്നത്. അമ്മ പറയുകയാണ്, അവൻ കുഞ്ഞല്ലേ, നമുക്കവനോട് ക്ഷമിക്കാം, അവനെല്ലാം ശരിയാക്കിക്കൊള്ളും. അങ്ങനെ പരിശുദ്ധ അമ്മ ഒരു അഭിഭാഷകയായി, ഒരു മധ്യസ്ഥയായി എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ആ തോന്നൽ, ആ സ്വപ്നം കണ്ട നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്കുരിച്ചു തുടങ്ങി. അമ്മയോടുള്ള ഈ സ്നേഹം തന്നെയാണ് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ചും ശനിയാഴ്ചകളിലെ മറ്റും ഇടവകയിലെ
5 മണിക്ക് പുലർച്ചെ ഇടവക പള്ളിയിൽ നിന്നും മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഒരു തിരിപ്രദക്ഷിണമുണ്ട്. ആ തിരിപ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനായിട്ട് അപ്പച്ചൻ ഞങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകും. അന്ന് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഭാഗത്ത് ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു ചൂട്ട് കത്തിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക. വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് പള്ളിയിലേക്ക്. ആ നടന്നു പോകുന്ന വഴിയിൽ അപ്പച്ചൻ ജപമാല ലീഡ് ചെയ്യും. അപ്പച്ചനോട് ചേർന്ന് ഞങ്ങളെല്ലാവരും ജപമാല ചൊല്ലിക്കൊണ്ടാണ് പള്ളിയിലേക്ക് പോവുക. പള്ളിയിൽ ചെന്ന് ആ തിരിപ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് മടങ്ങുമ്പോൾ എന്തോ അമ്മ വഴി ഈശോയിലേക്ക് എത്തി എന്നുള്ള ഒരു നല്ല ചിന്ത മനസ്സിൽ വളരാറുണ്ട്. ഈ ഒരു അമ്മയുടെ മാധ്യസ്ഥം തന്നെയാണ് എന്നെ വൈദികനാകാൻ ഏറെ സഹായിച്ചിട്ടുള്ളതും. സെമിനാരി ജീവിതത്തിലെ ജപമാല ചൊല്ലുമ്പോഴും കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോഴുമെല്ലാം അമ്മയും ഈശോയും എൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക അനുഭൂതി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എന്നെ പരിഗണിച്ചില്ല, എനിക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഇപ്രകാരം ജപമാലയും കുരിശിൻ്റെ വഴിയും ചൊല്ലിക്കഴിഞ്ഞാൽ അതെല്ലാം താനെ മാറും. അങ്ങനെ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ട് അതുവഴി സാധിക്കും. അങ്ങനെയാണ് ഒരു വൈദികനായി തീരാനായിട്ട് എനിക്ക് സാധിച്ചത്. വൈദികനായി തീർന്നതിന് ശേഷം പരിശുദ്ധ അമ്മ നൽകുന്ന അടയാളങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെല്ലാം കാണാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഓടിയെത്താറുണ്ട്. ഓരോ യാത്രകളും ഒരുപക്ഷെ ചില യാത്രകൾ പരിശുദ്ധ അമ്മയുടെ അടയാളമുള്ളത് പൂർണ്ണമായും ശരിയല്ലായിരിക്കാം. ചിലത് അമ്മ നേരിട്ട് നൽകുന്ന അടയാളങ്ങളായിരിക്കാം. അതൊക്കെ നേരിൽ ചെന്ന് കാണുമ്പോൾ അമ്മയുടെ സമീപത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ് തോന്നാറുള്ളത്. അതുപോലെ തന്നെ തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈ അടുത്ത നാളിലെ മറ്റൊരു വ്യക്തിയിലൂടെ അമ്മ തന്നെ വെളിപ്പെടുത്തി അച്ഛൻ്റെ യാത്രകൾ സ്വർഗം തേടിയുള്ള യാത്രകളാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രകളെ സ്വർഗം അംഗീകരിക്കുന്നു, ആശീർവദിക്കുന്നു എന്ന്. കഞ്ചിക്കോട്ടുള്ള റാണിക്ക് വേളാങ്കണ്ണിയിൽ വെച്ച് മാതാവ് ഒരു ജപമാല കൊടുത്തു. അതിന് വളരെ സുഗന്ധമുണ്ട് എന്നെല്ലാം കേട്ടപ്പോൾ ഞാനും അനുജനും 3 പെങ്ങന്മാർ സിസ്റ്റേഴ്സ് അവർ കൂടി അത് കാണാനായിട്ട് കഞ്ചിക്കോട്ടയ്ക്ക് പോയി. ജപമാലയിൽ നിന്ന് സുഗന്ധം വരുന്നു എന്നുള്ള സംഭവമാണ് ഞങ്ങൾ കേട്ടിരുന്നത്. ഞങ്ങളവിടെ ചെന്ന് ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി. 3ാമത്തെ രഹസ്യമായപ്പോൾ റാണിയും അടുത്ത് വന്ന് മുട്ടുകുത്തി. ആ ജപമാലയുടെ രഹസ്യങ്ങൾക്കിടെയുള്ള സ്തുതിപ്പിനിടയിൽ റാണിയുടെ കയ്യിൽ നിന്നും തേനും പാലും ഒഴുകി എൻ്റെ കാലിലൂടെ നിലത്തേക്ക് വീണു തുടങ്ങി. ഞങ്ങൾ കേട്ടിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് അന്ന് തിരികെ പോകുന്നത്. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പെങ്ങന്മാർ ഞങ്ങൾക്കും പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ കൂടി കഞ്ചിക്കോട്ടയ്ക്ക് എല്ലാവരും കൂടി പോയി. അവിടെ ചെന്നപ്പോൾ അന്നും ഇതുപോലെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരനുഭവമാണ് ഉണ്ടായത്. റാണിക്ക്
പഞ്ചക്ഷത അനുഭവമുണ്ടാകുന്നത് ആ സമയത്ത് നേരിൽ കാണാനായിട്ട് കഴിഞ്ഞു. കേട്ടിരുന്ന സംഭവത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് ഓരോ സംഭവവും അവിടെ നടന്നപ്പോൾ അത് പരിശുദ്ധ അമ്മ എന്നെയും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. സ്വപ്നത്തിലൂടെ മാതാവ് ഒരു അനുഭവം തന്ന മറ്റൊരു സംഭവം ഏനാമാവ് പള്ളിയിൽ വെച്ച് ഉണ്ടായിരുന്നു. ഞാൻ കോഞ്ചറ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. ആ പള്ളിയുടെ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ അൾത്താരയുടെ മുകൾ ഭാഗത്തു നിന്നും ഒരു വാതിൽ തുറന്ന് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്നു. വായുവിലൂടെ അമ്മ കടന്നു വന്ന് എൻ്റെ അടുത്തെത്തി. അങ്ങനെ തിരിച്ചുപോയി. വീണ്ടും അവിടെ ചെന്ന് എന്തൊക്കെയോ അവരോട് പറയുന്നത് പോലെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവായ യേശു ആ വാതിൽക്കലേക്ക് കടന്നു വന്നു. കുറച്ചു നേരം അവിടെ നിന്ന് എന്നെ നോക്കിയതിന് ശേഷം തിരിച്ച് ഉൾഭാഗത്തേക്ക് പോയി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണാമായിരുന്നു. അമ്മ എപ്പോഴും ഈശോയെയും കൂട്ടി വരുന്ന മറ്റൊരു അനുഭവമായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അമ്മ തനിച്ചല്ല കടന്നു വരുന്നത്. അമ്മ മധ്യസ്ഥയായി നിന്നുകൊണ്ട് ഈശോയെയും കൂട്ടിയാണ് ഓരോ കാര്യത്തിനും നമ്മുടെ പക്കലേക്ക് വരുന്നത്. പിന്നീട് അവിടെ വെച്ച് ഒരിക്കൽ സെപ്റ്റംബർ 14-ാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ദിവസം ഒരു ദിവസത്തെ ആരാധന വെച്ചു കോഞ്ചറ പള്ളിയിൽ വെച്ച്. ആരാധനയുടെ സമാപനത്തിൽ അമ്മ മുൻകൂട്ടി പറഞ്ഞു തരുന്ന പോലെ തന്നെ ആ അൾത്താരയിലേക്ക് കടന്നു വന്ന് നിന്നു. വാഴുവിന് ശേഷം പാവപ്പെട്ടവർക്ക് അരി വിതരണം ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ അൾത്താരയിൽ നിന്നും ഇറങ്ങി സങ്കീർത്തിയിൽ പോയി അരി വിതരണത്തിന് നേതൃത്വം കൊടുത്തു. അത് കഴിഞ്ഞ് തിരികെ വന്നപ്പോഴും അമ്മ അൾത്താരയിൽ തന്നെയുണ്ട്. പള്ളിയകത്തേക്ക് നോക്കിയപ്പോൾ ആളുകളാരും എഴുന്നേറ്റ് പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ പോകാത്തെ? അച്ഛാ, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ അപ്രത്യക്ഷയാകുന്നത്. പിന്നെ ഒന്നും പറയാതെ തന്നെ ആളുകളെല്ലാം എഴുന്നേറ്റു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ എല്ലാ മനുഷ്യമക്കളിലേക്കും ഒരു പ്രത്യേക അനുഭൂതി അവരറിയാതെ തന്നെ കടന്നു വരുന്നുണ്ട്. അമ്മയോട് ചേർന്ന് നിൽക്കാനും അതുവഴി ഈശോയെ കണ്ടെത്താനുമുള്ള ആഗ്രഹം എല്ലാ വ്യക്തികളിലും ജനിക്കുന്നുണ്ട് എന്ന് അതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരിക്കൽ ഊട്ടിയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളുമായി കാറിൽ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഒരു ഹെയർ പിൻ വളവിൽ വെച്ച് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയായിരുന്നു. ബസ്സിൻ്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയ സമയത്ത് കാറിൻ്റെ ക്ലച്ച് ഡിസ്ക് കേടായി. തേർഡ് ഗിയറിൽ നിന്നും ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ബസ്സിലെ ഡ്രൈവർ
ഞാൻ കടന്നു പോയിക്കോട്ടെ എന്ന് കരുതി ബസ് ഇത്തിരി സ്ലോ ചെയ്തു. പക്ഷെ എൻ്റെ കാറ് റേസ് ചെയ്തിട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം ക്ലച്ച് ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. സ്ലോ ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ഒതുക്കാമെന്ന് വെച്ചാൽ തൊട്ട് പുറകിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ റോഡിന് വീതി കുറവാണ്. ഏകമാർഗം മുന്നോട്ട് കടന്നു പോകുക മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി മുന്നോട്ട് കുതിക്കുന്നില്ല. ആ ഒരു പ്രത്യേക നിമിഷത്തിൽ എൻ്റെ അമ്മയെ മാതാവേ എന്ന് ഞാനൊന്ന് വിളിച്ചു. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, വണ്ടി ഈ ബസ്സിനെ മറികടന്ന് മുൻപോട്ട് നീങ്ങി ഇത്തിരി വീതിയുള്ള സ്ഥലത്ത് ചെന്ന് നിന്നു. അമ്മയാണ് അത് നിർവഹിച്ചു തന്നത് എന്ന് എനിക്ക് അന്നേ ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് അട്ടപ്പാടിയിൽ ധ്യാനിക്കാൻ പോയ സമയത്ത് കൗൺസിലിങ്ങിനിടയിൽ ആ സിസ്റ്റർ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടോ ഒരു ഉയരമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് കാണിക്കുന്നല്ലോ, ആ യാത്രയിൽ വല്ല അപകടവും ഉണ്ടായോ? ഞാൻ പറഞ്ഞു, അപകടമൊന്നും ഉണ്ടായില്ല, ചെറിയൊരു പ്രതിസന്ധി വന്നു. എന്നാൽ ആ സമയത്ത് അച്ഛനെ മാതാവ് മടിയിൽ കയറ്റി ഇരുത്തി മാതാവ് സ്റ്റിയറിങ് പിടിച്ച് വണ്ടി ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ആ പ്രയാസമേറിയ നിമിഷത്തിൽ അമ്മേ മാതാവേ എന്നൊരു വിളി വിളിച്ചു. പെട്ടെന്നാണ് വണ്ടി മുന്നോട്ട് നീങ്ങിയതും ബസ്സിനെ മറികടന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും. പറഞ്ഞു, ഈശോയും അമ്മയും കൂടി ചെയ്ത ഒരു വലിയ കാര്യമായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ. അത് വലിയൊരു അപകടത്തിന് സാധ്യതയുള്ള സമയമായിരുന്നു. അതിൽ നിന്നാണ് അച്ഛനെ മുന്നോട്ട് കടത്തിക്കൊണ്ടുപോയത് എന്ന് വെളിപ്പെടുത്തുന്നുവെന്ന്. അപ്പോഴാണ് ചോദിച്ചത്, ഈശോയും മാതാവും ഒക്കെ ഇങ്ങനെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമോ, ഓരോ കാര്യത്തിലും ഇടപെടുമോ എന്ന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ 13-ാം തീയതി അച്ഛനൊരു അടയാളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. കൃപ നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ, അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിധേ വരുന്നിതാ. കൃപ നിറഞ്ഞ മറിയമേ, കമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതന്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതന്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ. നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാൻ